തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന, ചിന്തിക്കാൻ പോകുന്ന വചനഭാഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, നിൻ്റെ സാന്നിധ്യം ഈ വർഷം മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടാൻ വേണ്ടി അമ്മ നീ പ്രാർത്ഥിക്കണമേ. നിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. നമുക്കറിയാം, കാനായിലെ വിവാഹ വിരുന്ന്. നമ്മൾ ഒത്തിരിയേറെ വചനവേദികളിൽ കേട്ട ഭാഗമാണ്. 1-2 ചിന്തകൾ കർത്താവ് തരുന്നു, അത് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. വചനം ഇങ്ങനെ പറയുന്നു: 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ച് നോക്കി. അത് എവിടെ നിന്ന് വരുന്നെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശുവിൻ്റെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ശരിക്കും ഈ വീട്ടിൽ ഈ ഒരു കാനായിലെ കല്യാണ നാൾ എന്താണ് യഥാർത്ഥത്തിൽ ആ വീടിൻ്റെ ഒരു പ്രത്യേകത? അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അന്നത്തെ ദേശത്ത് കാനായിൽ ഈ ഒരു കല്യാണം മാത്രമേ നടന്നിട്ടുള്ളൂ. യേശു ഈ ഒരു കല്യാണത്തിന് മാത്രമേ പോയിട്ടുള്ളൂ. അവിടെ വേറൊരു കല്യാണമൊന്നും നടന്നില്ലേ? അപ്പോൾ ആ കല്യാണ വീടിന് 1-2 പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്ന്, യേശുവും അവൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. 2, ആ വീടിൻ്റെ വലിയൊരു പ്രത്യേകത കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയ ഒരു ഗൃഹനാഥൻ്റെ വീടാണ്. കാരണം ഒരു കല്യാണ വീട്, അയാൾ കൂട്ടിയ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി. നമ്മളും കല്യാണം നടത്തുന്നുണ്ട്. ശരിക്കും ഇപ്പം നമ്മൾ ഒത്തിരി ഈ ക്വാറൻറ്റൈൻ കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കൂട്ടങ്ങളൊന്നും പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നത് അല്ലേ? 20 പേരെ വെച്ച് അല്ലെ 10 പേരെ വെച്ചൊക്കെ നമ്മൾ കല്യാണം നടത്തി സംതൃപ്തരായവരാണ് നമ്മൾ. ശരിക്കും ഇപ്പം എൻ്റെ വൈഫൊക്കെ ഈ കഴിഞ്ഞിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കല്യാണം കഴിക്കുമ്പോഴും ഇതുപോലെ വല്ലതും മതിയായിരുന്നു അല്ലേ, എത്ര പൈസ നമുക്ക് ലാഭിക്കാമായിരുന്നു. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തുമ്പോൾ ഇങ്ങനെ നടത്തിയാൽ മതി എന്നാണ് ഇടയ്ക്ക് എൻ്റെ വൈഫൊക്കെ പറയാറുണ്ട്. ശരിക്കും ഒരു മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പല രീതികൾക്കും ചിന്തകൾക്കും മാറ്റം വരണം. മാറ്റം വന്നില്ലെങ്കിൽ നമ്മൾ അപ്രത്യക്ഷമാകും. കാരണം ഈ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ അവസ്ഥയാണ് നമ്മുടെ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വംശനാശ ഭീഷണി നേരിടുന്നത്? കാരണം ഒരു മൃഗം എലിയെ മാത്രം തിന്ന് ശീലിച്ച മൃഗമായി ആണെന്ന് കരുതിക്കോ. ഇവൻ എലിയെ മാത്രം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തിന്ന് ഒരു സുപ്രഭാതത്തിൽ എലി തീർന്നു പോയി കഴിയുമ്പോഴും ഈ മൃഗത്തിന് എലി തന്നെ വേണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ മുമ്പിൽ കൂടി ഓന്തും പല്ലിയും തവളയൊക്കെ നടക്കും. ഇത് തവളയെ തിന്നോ ഓന്തിനെ തിന്നോ പല്ലിയെ തിന്നോ ശീലിക്കത്തില്ല. ഇവന് വീണ്ടും എലി വേണം. അങ്ങനെ എലി കിട്ടാതെ ഇവൻ പട്ടിണിക്കിരുന്ന് വിശന്ന് ഇവൻ ഇങ്ങനെ മെലിഞ്ഞ് ഉണങ്ങാൻ തുടങ്ങും. എന്നാലും ആ മൃഗത്തിന് എലി വേണം. അങ്ങനെ ഇരുന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ സാധനം മരിച്ചു പോകും. അതിൻ്റെ വംശം നശിച്ചു പോകും. കാരണം പുതിയ ഒരു ചേഞ്ചിലേക്ക് മാറ്റം വരുന്നില്ല. മാറ്റം വരാത്ത ആ മൃഗം അപ്രത്യക്ഷമാവും, വംശനാശ ഭീഷണി നേരിടും. ഇതുപോലെ നമ്മുടെ അവസ്ഥ. കാരണം നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ പഠിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തി വിടുന്നത് ചില ജീവിത സാഹചര്യങ്ങൾക്ക്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക്, പ്രവൃത്തികൾക്ക് മാറ്റം വരാനാണ്. അത് മാറ്റം വന്നില്ലെങ്കിൽ, മാറ്റം വരുത്താൻ വേണ്ടി അനുവദിക്കുന്ന മാറ്റം വന്നില്ലെങ്കിൽ നമ്മളും ഡിസപ്പിയർ ആവും. ഈ ലോകത്തുനിന്ന് നമ്മൾ ഡിസപ്പിയർ ആവും. അപ്പോൾ ഈ കാനായിലെ കല്യാണ വീട്ടിൽ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ ഒരു ഗൃഹനാഥൻ്റെ വീടാണ്. കാരണം അയാൾ ചിന്തിച്ച് കാണും, അന്നത്തെ കാലഘട്ടമല്ലേ, ഒരു 200 പേര് വിവാഹത്തിന് വരും.
പക്ഷെ വന്നത് 500 പേരായിപ്പോയി. അവർക്ക് വിളമ്പാൻ വീഞ്ഞില്ല. നമ്മുടെയൊക്കെ കല്യാണം ബിരിയാണിയാണ് ഓർഡർ ചെയ്തെങ്കിൽ 200 പ്ലേറ്റ് ബിരിയാണി ഓർഡർ ചെയ്തു, വന്നത് 500 പേരായിപ്പോയി. ബിരിയാണിയില്ല കൊടുക്കാൻ. എന്തായിരിക്കും അവസ്ഥ അല്ലേ? കല്യാണത്തിന് വരുന്നവർക്ക് അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ, ഇടയ്ക്ക് ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടു, കാരണം ഇങ്ങനെ ഈ കല്യാണത്തിൻ്റെയൊക്കെ സമയത്ത് ഒരു സൈഡിൽ നിന്ന് ഫുഡും വിളമ്പി തുടങ്ങിക്കോണമെന്ന്. കാരണം ഇപ്പോൾ മിക്കവാറും കല്യാണങ്ങളൊക്കെ ഒരു 11:30-12 ആയിരിക്കും കുർബാനയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് കെട്ടും കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 2-2:30 ഇപ്പോൾ 2-2:30 വരെ ഈ കല്യാണത്തിന് വന്നിരിക്കുന്ന വിശന്നിരിക്കുന്നവരുടെ ഈ ശാപങ്ങൾ മൊത്തം ഈ ദമ്പതികൾക്ക് കിട്ടും അല്ലേ? വിശന്നിരുന്ന് വയറ് കരിഞ്ഞിരുന്ന് അതിനൊന്നും അവസരം കൊടുക്കരുത്. നേരത്തെ തന്നെ ഒരു പാരലായിട്ട് സംഭവം തുടങ്ങിക്കണം. അങ്ങനെ വരുമ്പോൾ അവർ ഭയങ്കര സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞ് അവർ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ചിരിച്ച മുഖത്തോടു കൂടി പോകും, കാരണം അവരുടെ വയറ് നിറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ സിറ്റുവേഷൻ മാറും. ശരിയല്ലേ? അപ്പം നമുക്ക് ഫുഡ് തികയാതെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയോ ഭയങ്കര നാണക്കേടല്ലേ? അങ്ങനെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ ഒരു ഗൃഹനാഥൻ്റെ വീടാണ് കാനായിലെ കല്യാണ വീട്. നമ്മളും പല കണക്കുകൂട്ടലുകൾ കൂട്ടിയിരുന്നു. ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി കണക്കുകൂട്ടലുകൾ കൂട്ടിയിരുന്നു. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഒരു സിറ്റുവേഷൻ കയറി വരുവാണ്. നമ്മളും ഏതാണ്ട് ഈ കാനായിലെ കല്യാണ വീട്ടിലെ ഗൃഹനാഥൻ്റെ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മുടെ കണക്കുകൂട്ടലുകളും ആകെ തെറ്റിക്കിടക്കുക. നിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമയമായി. പരിശുദ്ധ അമ്മ ഇടപെടാൻ തുടങ്ങാം. അമ്മയ്ക്ക് ഇടപെടാനായിട്ടുള്ള സമയമായി. അമ്മ യേശുവിനോട് ചെന്ന് പറഞ്ഞു, അവനോട് ചെന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കണം, അമ്മ എന്തിനാണ് യേശുവിനോട് പറഞ്ഞത്? കാരണം അവിടെ ഒത്തിരി ആൾക്കാരില്ലേ? അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു വൈൻ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അമ്മയ്ക്ക്, അവിടെ വീഞ്ഞില്ല, പെട്ടെന്ന് കൊണ്ടുപോകും, പൈസയൊക്കെ ഞാൻ പിന്നെ തരാം എന്ന് വേണേൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് യേശുവിനോട് പറഞ്ഞേ? കാരണം ഒരു വീട്ടിൽ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഒരു ഗൃഹനാഥൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ആ തെറ്റിപ്പോയ കണക്കുകളെ ശരിയാക്കാനായിട്ട് യേശു ക്രിസ്തുവിനെ സാധിക്കത്തുള്ളൂ. അവനെ സാധിക്കത്തുള്ളൂ. നമ്മുടെ തെറ്റിപ്പോയി കിടക്കുന്ന, താളം തെറ്റിക്കിടക്കുന്ന ജീവിതത്തെ ഒന്ന് നേരെയാക്കാനായിട്ട്, ഒന്ന് ഓർഡറാക്കാനായിട്ട് യേശുവിനെ പറ്റത്തുള്ളൂ. തെറ്റിക്കിടക്കുന്ന കണക്കുകൾ ഒന്ന് ശരിയാക്കാനായിട്ട് യേശുവിനെ സാധിക്കത്തുള്ളൂ. അത് വ്യക്തമായിട്ട് അറിയുന്ന പരിശുദ്ധ അമ്മയാണ് യേശുവിനോട് പറഞ്ഞത്, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനി ആയിട്ടില്ല. കുറേ സെക്ടേഴ്സിലുള്ളവർ ഈ വചനവും പറഞ്ഞ് നടക്കുന്നുണ്ട്. യേശു അവൻ്റെ അമ്മയോട് ചോദിച്ചു, എനിക്ക് നിനക്ക് എന്ത്? അതുകൊണ്ട് അമ്മയും മോനും തമ്മിൽ യാതൊരു ബന്ധമില്ല, എൻ്റെ സമയം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അമ്മ പറഞ്ഞതനുസരിച്ചല്ല യേശു ചെയ്തേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു രഹസ്യം മറഞ്ഞു കിടപ്പുണ്ട്. അവിടെ സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനി ആയിട്ടില്ല. കാരണം ഈ ബൈബിളിലുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശു തൻ്റെ അമ്മയെ സ്ത്രീയെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു കല്യാണം കഴിക്കുന്നതോടുകൂടി ഒരു പെണ്ണെന്ന സ്റ്റാറ്റസ് മാറി സ്ത്രീ ആവുകയാണ്. കാരണം സ്റ്റാറ്റസ് മാറുകയാണ്. ഇനി ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി അമ്മയാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം ഈ കാലിത്തൊഴുത്ത് തൊട്ട് കാൽവരി വരെയാണെന്നാണ് പറയുന്നത്. കാരണം ആ നടന്ന പരിശുദ്ധ അമ്മയുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ഒരു മെച്യൂരിറ്റി ലെവലുണ്ടല്ലോ. കാരണം കാലിത്തൊഴുത്ത് തൊട്ട് കാൽവരി വരെ നടന്നു പോയ ആ അമ്മയുടെ ഒരു ജീവിതം അടർത്തിയെടുക്കുന്ന ഒരാളാണ് ഒരു സ്ത്രീയിൽ നിന്ന് അമ്മയാവുന്നത്. കാരണം കുരിശിൻ്റെ ചോട്ടിൽ വെച്ചാണ് യേശു അമ്മയെന്ന് വിളിക്കുന്നത്. യോഹന്നാന് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ശിഷ്യന് കൊടുക്കുന്ന അവിടെ വെച്ച അമ്മ എന്ന് പറയുന്നത്. കാരണം ഒരു സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം കാലിത്തൊഴുത്ത് തൊട്ട് കാൽവരി വരെയാണ്. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അവിടെ വിളിക്കുന്ന സ്ത്രീയെ. കാരണം ഒരു സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യേണ്ട ഒരാളാണ്. വിവാഹം കഴിഞ്ഞ ഒരാൾ കഴിഞ്ഞ് വരുമ്പോഴാണ് സ്ത്രീ എന്നൊരു സ്റ്റാറ്റസിലേക്ക് കയറുന്നത്. അടുത്തൊരു ജീവിതാന്തസ്സാണ്. അവിടെ ഉത്തരവാദിത്തങ്ങളാണ്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, കാര്യങ്ങളെല്ലാം നേരെ വണ്ണം നടത്തേണ്ടത് ഒരു സ്ത്രീയുടെ ഒരു അണ്ടറിലാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ നടന്നു പോകുന്നത്. അമ്മമാരാണല്ലോ അല്ലേ സ്ത്രീകൾ, നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണല്ലോ അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ വീഞ്ഞ് കുറഞ്ഞു പോയപ്പോൾ അമ്മ അത് കണ്ടുപിടിച്ചത്.
അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ അരി തീരുമ്പോഴത്തേക്ക് നമ്മുടെ ഭാര്യമാരല്ലേ പറയുന്നത്, ചേട്ടാ അരി തീർന്നു, അല്ലെങ്കിൽ എണ്ണ തീർന്നു, അല്ലെങ്കിൽ തേയിലപ്പൊടി തീർന്നു, പഞ്ചസാര തീർന്നു, പച്ചക്കറി തീർന്നു എന്നൊക്കെ അവരല്ലേ പറയുന്നത്. ഗൃഹനാഥനോടാണല്ലോ പറയുന്നത്. അന്ന് അവിടെ യേശുവാണ് കൂടെ ഉള്ളത്. യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അവൻ പറഞ്ഞു, എനിക്ക് നിനക്കെന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. എൻ്റെ സമയം ആയിട്ടില്ലെന്ന് യേശു പറഞ്ഞു. അമ്മ പറയുവാണ്, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുവൻ. ഇത് തമ്മിൽ കണക്ഷനുണ്ട്. കാരണം അമ്മ പറയാണ്, അവൻ പറയുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യ്. യേശു പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് പറഞ്ഞത്. യേശു പറഞ്ഞു, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അമ്മ പറയുവാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ. എന്ന് വെച്ചാൽ ഈ അനുഗ്രഹിക്കപ്പെടേണ്ട സമയം, ഒരു കുടുംബം, ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടേണ്ട സമയത്തെക്കുറിച്ച് അമ്മ പറയുവാണ്, അവൻ പറയുന്നത് ചെയ്. എന്ന് വെച്ചാൽ യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥം പ്രാവർത്തികമാക്കുമ്പോഴാണ് ഞാനും നീയും അനുഗ്രഹിക്കപ്പെടേണ്ട സമയം സമാഗതമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യേശു പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനുള്ള സമയത്തിലേക്ക് കടന്നു വരുന്നത്. അതാ യേശു പറഞ്ഞത്. കാരണം അവൻ പറഞ്ഞ കാര്യങ്ങളല്ല അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം അവൻ പറഞ്ഞ കാര്യങ്ങളേ അല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമുക്ക് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ പേരേ ഉള്ളൂ. ക്രിസ്തു പറയുന്ന എന്തെങ്കിലുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞ വചനങ്ങൾ എന്തെങ്കിലും പാലിക്കുന്നുണ്ടോ നമ്മൾ? അല്ലേ? കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. നമ്മളൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ വചനം പാലിക്കുന്നുണ്ടോ നമ്മൾ? വചനം പാലിക്കുന്നില്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥം എന്തിരിക്കണം? അല്ല, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. വചനം പാലിക്കാതെ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ യോഗ്യരല്ല. അവൻ പറയുന്ന ചെയ്യുവൻ. കാരണം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം യേശു പറയുന്നതല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു പറഞ്ഞതല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ല നമ്മുടെ വീട്ടിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്, നടപ്പിലാകുന്നത് അതല്ല. കടബാധ്യത മാറാൻ കാരണം കർത്താവ് പറഞ്ഞ രീതിക്കല്ല നമ്മളത് വിനിയോഗിക്കുന്നത്. രോഗം വിട്ടൊഴിയാത്തതിന് കാരണം കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകാൻ കാരണം കർത്താവ് പറഞ്ഞ ഒരു കാര്യം, യേശു തമ്പുരാൻ അതരം കൊണ്ട് പറഞ്ഞ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. എന്തെങ്കിലും നടക്കുന്ന ഒരു കാര്യമുണ്ടോ? വിരളിലെണ്ണാവുന്ന കാര്യമുണ്ടോ? ഇല്ല. അതാ അമ്മ പറഞ്ഞത്, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് ചെയ്യുക. എൻ്റെ കുഞ്ഞ്, നീ അനുഗ്രഹിക്കപ്പെടുന്നോ? യേശു പറയുന്നത് ചെയ്. അതോ അമ്മയ്ക്ക് പറയാനുള്ളൂ. അമ്മ ഒരു ചൂണ്ടുവിരലാണല്ലോ. ഈ ഒരു വർഷ ആരംഭത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. ഈ ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള സന്ദേശം. അവൻ പറയുന്നത് നീ ചെയ്. ഈ ഒരു വർഷം നിനക്ക് അനുഗ്രഹമാവണോ? ഈ 2022 നിനക്കൊരു അനുഗ്രഹമായി മാറണോ? ഈ 2022 നീ യേശു പറയുന്ന കാര്യം ചെയ്. അവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഈ സുവിശേഷത്തിൽ കിടപ്പുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കാ, യോഹന്നാൻ, അല്ലേ? അവർ ചെയ്ത കാര്യം കണ്ടോ? അവൻ പറയുന്നത് നിങ്ങളോട് പറയുന്നത് ചെയ്യും. ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണി അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് വെള്ളം കൊള്ളുമായിരുന്നു. യേശു അവരോട് കൽപ്പിച്ചു, അവ വക്കോളം നിറച്ചു. അതായത് വെള്ളം നിറയ്ക്കാനായിട്ട് കർത്താവ് പറഞ്ഞു. അത് വെള്ളം നിറയ്ക്കേ, അത് വക്കോളം നിറച്ചെന്നാണ് പറയുന്നത്. ഇനി നമ്മളോടൊക്കെ വെള്ളം കോരിക്കൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാറുണ്ടെങ്കിൽ അതിൻ്റെ മൂലയ്ക്ക് ഒരു ഇച്ചിരി വെള്ളം പൊക്കിക്കൊണ്ട് വരും. കാരണം 20 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ നമ്മളൊരു 10 ലിറ്ററോട്ട് വരും, അല്ലെ ഒരു 15 ലിറ്ററോട്ട് വരും. ഒരിക്കലും നിറയ്ക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നതിൻ്റെ തോതാ അത്. കാരണം ചിലപ്പോൾ 10% ആയിരിക്കും അനുസരിക്കുന്നത്. എന്ന് വെച്ചാൽ 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ജാറിൽ കർത്താവ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം നിറയ്ക്കുന്ന പോലെ. ചിലപ്പോൾ ഒരു 50% ആയിരിക്കും അനുസരിക്കുന്നത്, ബാക്കിയും മാറ്റി വയ്ക്കും. അപ്പോൾ പകുതി നിറയ്ക്കുന്ന പോലെ നടക്കത്തില്ല. അവർ ചെയ്തതുപോലെ വക്കോളം വെള്ളം നിറച്ചു. കാരണം 100% അനുസരിക്കാനായിട്ട് ഒരു മനസ്സ് കാണിച്ചു. അവൻ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് മനസ്സ് കാണിച്ചു. അവിടെ വെച്ചിട്ടാണ് അത് ശുദ്ധീകരണത്തിനുള്ള വെള്ളമായിരുന്നു. വല്ല D ഗ്രേഡ് വെള്ളം എന്നൊക്കെ പറയാം. കാല് കഴുകാൻ വെച്ചിരുന്ന വെള്ളമായിരുന്നു.
ആ സാധനമാണ് നല്ല മേൽത്തരം വീഞ്ഞാട്ട് കർത്താവ് രൂപാന്തരപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത അവസ്ഥ ഈ ഡീഗ്രേഡ് പോലെ കിടക്കുന്ന അവസ്ഥയാണോ? തകർച്ചയുടെ കുഴിയിലാണോ നീ കിടക്കുന്നത്? കടബാധയുടെ മധ്യയാണോ നീ കിടക്കുന്നത്? രോഗത്തിൻ്റെ നടുക്കാണോ നീ കിടക്കുന്നത്? ശാപത്തിൻ്റെ നടുക്കാണോ നീ കിടക്കുന്നത്? എൻ്റെ കുഞ്ഞേ, നിൻ്റെ ജീവിതം പുനരുദ്ധീകരിക്കാനായിട്ട് യേശു ആഗ്രഹിക്കുന്നു. അവൻ പറയുന്ന കാര്യം നീ ചെയ്താൽ മതി. ഈ വർഷം അവൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥം നീ ഒന്ന് അനുസരിക്കുക. അതിനകത്തൊരു വിട്ടുവീഴ്ച നീ ചെയ്യരുത്. അമ്മയ്ക്കും പറയാനുള്ളത് ഇതേ ഉള്ളൂ, നീ അപ്പം പറയുന്നത് എങ്ങനെയാണെന്ന് ചെയ്യുക. അത് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാനിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക സുവിശേഷത്തിൽ. ഇത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഞാനൊക്കെ പ്രാക്ടിക്കലി ചെയ്തൊരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു വചനം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷമൊക്കെ വായിച്ച് പോകുമ്പോൾ, ഇതിനകത്ത് എന്തൊക്കെ പ്രതീകങ്ങൾ, എന്തൊക്കെ വസ്തുക്കൾ, എന്തൊക്കെ വ്യക്തികളുടെ കാര്യം പറയുന്നു, അവിടെ ഞാൻ എന്നെ കയറ്റി നിർത്തും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വിതക്കാരൻ്റെ ഉപമ. അപ്പോൾ അതിനകത്തൊരു വിതക്കാരനുണ്ട്. വിതക്കാരനിങ്ങനെ വിതച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചിലത് നല്ല നിലത്ത് വീഴുന്നു, ചിലത് വഴിയരികെ വീഴുന്നു, ചിലത് കല്ലും മുള്ളിൻ്റെ ഇടയ്ക്ക് വീഴുന്നു, ചിലത് പാറപ്പുറത്ത് വീഴുന്നു. ഇങ്ങനെ എന്നാലും വിതക്കാരനിങ്ങനെ വിതച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുക. ഇതുപോലെ ചില റോള് നമ്മൾ എടുക്കേണ്ടി വരും. ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കൊക്കെ ഒത്തിരി വിഷമമാണ്. നമ്മൾ പറഞ്ഞിട്ട് ഇവരെന്താ കേൾക്കാത്തത്? ഒരുപക്ഷെ അത് പാറപ്പുറമായിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്നത്, വഴിയരിയായിരിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? അത് നല്ല നിലമാണെങ്കിലല്ലേ പറഞ്ഞേ കേൾക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു കുടുംബത്തിലൊരു 10 വ്യക്തികളുണ്ട്. 10 വ്യക്തികളോടായിട്ട് നമ്മളൊരു കാര്യം പറയുക. ചിലരത് അക്സെപ്റ്റ് ചെയ്യും, ചിലർ ചെയ്യത്തില്ല. അപ്പോൾ ചിലർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ബേർഡൻ അതുവഴി വരരുത്. നമ്മൾ ചിന്തിക്കരുത് ഇവരെന്താ ഇതിങ്ങനെ ചെയ്യാത്തത്. കാരണം ചിലപ്പോൾ അതൊരു പാറപ്പുറമായിരിക്കും, ചിലപ്പോൾ അത് വഴിയരിയായിരിക്കും. ചിലത് മാത്രമേ നല്ല നിലത്തിൽ നിന്ന് വീഴത്തുള്ളൂ, അത് മാത്രമേ ഇങ്ങനെ വളർന്ന് കയറത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വിതക്കാരൻ്റെ കടമ ഇങ്ങനെ വിതച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ എന്നെ കയറ്റി പയ്യെ ഈ വഴിയരികിൽ കിടത്തും. നമ്മൾ പലപ്പോഴും വഴിയരിക. ചില ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ വഴിയരികാണ്. കാരണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മളത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാത്തത് കൊണ്ട് ആ സാധനം എടുത്ത് മറ്റു പലർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ പുറകോട്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. നമ്മളത് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ ഉത്തരവാദിത്തത്തെ നോക്കാത്തത് കൊണ്ട് പല കിളികളും വന്ന് ആ ഉത്തരവാദിത്തം കൊത്തിയെടുത്ത് പോയിട്ടുണ്ട്. ഞാനും പലപ്പോഴും ഈ വഴിയരിക. അങ്ങനെ ഈ വഴിയരികിൽ നിന്ന് ഞാൻ നല്ല നിലത്തേക്ക് ഒരു യാത്ര തുടങ്ങേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും എന്നിൽ ഏൽപ്പിക്കപ്പെടുന്ന പല ഉത്തരവാദിത്തങ്ങളും പലരും കുത്തിക്കൊണ്ട് പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം വേറെ ചെയ്യുന്നവർക്ക് അത് എടുത്തു കൊടുക്കും. ഇനി ഞാൻ പലപ്പോഴും ഈ പാറപ്പുറവാണ് ഞാൻ. കാരണം ജോലിയിലൊക്കെ ആദ്യം കയറിയ സമയത്ത്, ഒരു കുടുംബജീവിതമൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത്, ശുശ്രൂഷയൊക്കെ തുടങ്ങിയ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റോടെ നമ്മളത് ചെയ്യും. ഇത് പാറപ്പുറം പോലെ പെട്ടെന്ന് ഇത് റിസൾട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ മണ്ണധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഒരു കുറച്ച് ദിവസത്തേക്കേ കാണത്തുള്ളൂ. മേ ബി ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 4 ആഴ്ച, അത്രയും സമയം നമുക്ക് ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ റിസൾട്ട്. അത് അപകടമാണ്. കാരണം ഇത് നമുക്ക് നിലനിന്ന് പോകേണ്ടതാണ്. ഇത് സാധനം നിലനിൽപ്പ് വേണ്ടേ? ഇത് 30 മേനിയിൽ നിന്ന് 60 മേനിയിലേക്ക്, 90 മേനിയിലേക്ക്, 100 മേനിയിലേക്ക് വളരേണ്ട സാധനമാണ്. ഇത് പെട്ടെന്നൊരു 10 മേനിയായി, പിന്നെ തീർന്നു പോയി. പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ഒരു പാറപ്പുറമാണ്. ആ പാറപ്പുറത്ത് നിന്ന് നമ്മൾ പയ്യെ ഈ നല്ല നിലത്തേക്ക് മാറേണ്ടിയിരിക്കുന്നു. അതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്നത്, അത് പയ്യെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ ഈ കല്ലിൻ്റെയും മുള്ളിൻ്റെ ഇടയ്ക്കാണ്. കാരണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻസ്, കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ, ജോലിയുടെ സിറ്റുവേഷൻ, ഇതൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പൂട്ടിയിട്ടേക്കുക. അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാപത്തിൻ്റെതായിട്ടുള്ള കുറേ മേഖലകൾ, നമ്മുടെ തന്നെ അശുദ്ധിയുടെ മേഖലകൾ, നമ്മുടെ തന്നെ അഹങ്കാരത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒക്കെ മുള്ളുകളും കല്ലുകളും വന്ന് ഈ നല്ല നല്ല പുണ്യങ്ങളെ, ഈ കൃപകളെ, ഉത്തരവാദിത്തങ്ങളെ ഈ ഞെരുക്കിക്കളയുക. അപ്പം അതൊക്കെ ഇതിനെയൊക്കെ ഒന്ന് വകഞ്ഞ് മാറ്റേണ്ടിയിരിക്കുന്നു. ഈ വെറുപ്പ്, വിദ്വേഷം, പക, ഇതിനെല്ലാം ഒന്ന്, പാപത്തിൻ്റെ അവസ്ഥ, അശുദ്ധിയൊക്കെ ഒന്ന് മാറ്റി ഈ കൃപയ്ക്ക് വളരാനുള്ള ഒരു നല്ല നിലവാക്കി അതിനെ മാറ്റണം. അവിടെ ഒരു നല്ല നിലത്തിലേക്ക് ഞാൻ പോകേണ്ടിയിരിക്കുന്നു. പല ഉത്തരവാദിത്തങ്ങളും അങ്ങനെയാണ്. ചില കാര്യങ്ങൾ ഈ ചെറിയൊരു വെറുപ്പിൻ്റെ ഒരു ബേസിൽ, അല്ലെ ചെറിയൊരു അശുദ്ധിയുടെ ബേസിൽ, ചെറിയൊരു പാപത്തിൻ്റെ അവസ്ഥയുടെ ബേസിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. ഈ പാപത്തിൻ്റെ, അശുദ്ധിയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ ഒന്നും ഈ മുള്ളുകളും കല്ലുകളും നമ്മുടെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന ഈ കൃപകളെ അമക്കി കളയരുത്. അതിനെയൊക്കെ പയ്യൊന്ന് മാറ്റേണ്ടിയിരിക്കുന്നു, ഒരു നല്ല നിലമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇനി ഞാനൊരു നല്ല നിലമാണോ? അവിടെയും പ്രശ്നമാണ്.
കാരണം അവിടെ ഇങ്ങനെ ഗ്രേഡ് തിരിച്ചിരിക്കുക. 30 മേനി, 60 മേനി, 100 മേനി, അല്ലേ, 90 മേനി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മൾ 100-ൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അവിടെ ഒരു നല്ല നിലത്ത് വീണാൽ മാത്രം പോരല്ലോ. ഒരു ജോർജ് എന്ന വിത്ത് ഒരു മണ്ണിൻ്റെ അകത്ത് വീണിട്ട് കാര്യമില്ലല്ലോ. അതിന് വേണ്ട സമയത്ത് വെള്ളം കൊടുക്കണ്ടേ, വളം കൊടുക്കണ്ടേ, അതിന് വളരാനൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണ്ടേ, വെയിലടിക്കുമ്പം തണൽ വെക്കണ്ടേ, കാറ്റത്താടി വലയുമ്പോൾ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കണ്ടേ. ഈ സാധനത്തിന് നന്നായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് വന്നെങ്കിലല്ലേ അതിൽ നല്ലൊരു ഫലം കായ്ക്കത്തുള്ളൂ. ചെയ്യേണ്ട സമയത്ത് അതിനുവേണ്ടി ചെയ്യണ്ടേ. അങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരു വചനത്തിൽ അധിഷ്ഠിതമായി പയ്യെ നമ്മൾ വളരാൻ തുടങ്ങണം. അങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഈ 30 മേനി, 60 മേനി, 100 മേനി ഇതിലേക്കൊക്കെ പയ്യെ 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 നമ്മൾ മാറുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളെ അങ്ങോട്ട് അനലൈസ് ചെയ്യണം. ഈ വചനം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് ഒരുക്കി വാർത്തങ്ങ് എടുക്കണം. നമ്മളെ ഇങ്ങനെ മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്തലാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, അവൻ പറയുന്നത് നീ ചെയ്, അവൻ പറയുന്നത് ചെയ്. എൻ്റെ കുഞ്ഞെ, നിനക്ക് കടബാധ്യതയാണോ? അവൻ സുവിശേഷത്തിൽ പറയുന്ന കാര്യം നീ ചെയ്യാൻ തുടങ്ങുക. നിൻ്റെ കടബാധ്യത മാറും, വഴികൾ തുറക്കപ്പെടാൻ തുടങ്ങും. കാരണം നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒന്ന് ഷാർപ്പനാവും. നിൻ്റെ അനാവശ്യമായിട്ട് പോകുന്ന ചിലവുകൾ നിൽക്കും. നീ ജോലിയിൽ സ്മാർട്ടാവാൻ തുടങ്ങും. നിൻ്റെ വരുമാനം കൂടാൻ തുടങ്ങും. പയ്യെ പയ്യെ ഈ കടം നിനക്ക് വീട്ടാൻ പറ്റും. നീ രോഗിയാണോ? രോഗത്തിൻ്റെ അവസ്ഥ നിനക്ക് മാറ്റാൻ പറ്റും. എന്ത് കാരണം കൊണ്ടാണ് രോഗം വന്നത്, അവിടുന്ന് പതുക്കെ പതുക്കെ അതിനെയൊക്കെ മാറ്റി നിനക്ക് പതുക്കെ ഒരു പുണ്യത്തിലേക്ക് വളരാൻ പറ്റും. നിൻ്റെ ശുശ്രൂഷ ഫലം ചെയ്യാൻ തുടങ്ങും. നിൻ്റെ മക്കൾ പയ്യെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. പിള്ളേർ ഉഴപ്പൊക്കെ അങ്ങ് മാറും. അവരെക്കുറിച്ചുള്ള ഭാരമൊക്കെ അങ്ങ് മാറിപ്പോകും. നമുക്ക് ജോലി ചെയ്യാനുള്ള വലിയൊരു എനർജി നമുക്ക് നിറയും. പയ്യെ 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 വലിയൊരു ആശ്വാസത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരും. അത് അവൻ പറയുന്നത് ചെയ്താൽ മതി. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു വർഷം നമ്മളോടുള്ള സന്ദേശം ഇതുള്ളൂ, അവൻ പറയുന്നത് നീ ചെയ്യ്. നീ അനുഗ്രഹിക്കപ്പെടേണ്ട സമയം ആയിട്ടുണ്ടോ കുഞ്ഞേ? നീ അനുഗ്രഹിക്കപ്പെടേണ്ട സമയമായിട്ടുണ്ട്. യേശുവിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള സമയമായിട്ടുണ്ട്. കാരണം യേശു പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് നടപ്പായെങ്കിൽ മാത്രമേ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടത്തുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെ ഇടപെടാനാ? ശരിയല്ലേ? ഇപ്പം നമുക്കൊരാളോട് എങ്ങനെ ഇഷ്ടം തോന്നുന്നേ? ഞാനൊരാളോട് ഒരു കാര്യം പറയുന്നു, അയാൾ അതുപടി അനുസരിക്കുന്ന കാണുമ്പോഴല്ലേ നമുക്ക് ആ വ്യക്തിയോട് ഒരു താല്പര്യം തോന്നത്തുള്ളൂ. ഇപ്പോൾ ഓഫീസിൽ നമുക്കൊരു സ്റ്റാഫിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ജോലികളൊക്കെ ഭംഗിയായിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ഒരാളാകുമ്പോഴാണല്ലോ നമുക്കൊരു താല്പര്യം തോന്നുന്നത്. അങ്ങനെ വരുമ്പോഴാണല്ലോ അവന് സാലറി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്, ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ യേശു നമ്മളോട് പറയുന്നൊരു കാര്യം നല്ല രീതിക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കർത്താവ് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവൻ വേണ്ടതൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമെന്നേ. മനസ്സിലായോ? കാരണം അവൻ്റെ ഇഷ്ടത്തിന് പാത്രമാവണമെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇനി എന്തെങ്കിലും അനുഗ്രഹത്തിന് തടസ്സം വരുന്നുണ്ടോ, നമ്മൾ ചിന്തിക്കുക, അവൻ പറയുന്ന എന്തോ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നടക്കുന്നില്ല. ആ അനുഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു തടസ്സമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അവൻ പറഞ്ഞൊരു കാര്യം നടക്കുന്നില്ല. അതിന് നീ ഒന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മുമ്പിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് നീ വചനം തുറക്കുക. ആ വചനത്തിലൂടെ ഈശോ നിനക്ക് പറഞ്ഞു തരും. ആ കാര്യം നീ പയ്യെ മാറ്റം വരുത്തി നമ്മളെ അവിടെ നിന്ന് നിർത്തി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് ഒന്ന് മാറ്റം വന്നാൽ മതി. ജസ്റ്റ് ചേഞ്ച്, നിൻ്റെ മനോഭാവത്തിന് പോലും ഒരു ചെറിയൊരു ചേഞ്ച് വന്നാൽ മതി. ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ കുടുംബത്തിലേക്ക് വർഷിക്കപ്പെടും. ഈ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ. നമുക്ക് വചനം അനുസരിക്കാനുള്ള ഒരു ജീവിത കളരിയിലേക്ക് നമുക്ക് പതുക്കെ നീങ്ങിത്തുടങ്ങാം. സകലതും അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കട്ടെ. പരിശുദ്ധ അമ്മ അതിന് നമ്മളെ സഹായിക്കട്ടെ. കാരണം പുത്രൻ്റെ വചനം ഉദരത്തിൽ വഹിച്ചവളാണല്ലോ. അപ്പം അമ്മയ്ക്കറിയാം ഈ വചനം എങ്ങനെ അനുസരിക്കേണ്ടതെന്ന്. കാരണം ആ വചനത്തെ ഉദരത്തിൽ വചനത്തെ കംപ്ലീറ്റ് മനസ്സിലായ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ വചനത്തെ എങ്ങനെ അനുസരിപ്പിക്കേണ്ടതെന്ന്. അതിനുള്ള കൃപ പരിശുദ്ധ അമ്മ നമുക്ക് തരും. അമ്മയ്ക്ക് പറയാനുള്ളതും അതേ ഉള്ളൂ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ. അപ്പം അത് ചെയ്യാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മ പിതാവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ പുത്രനിലൂടെ നമുക്ക് വാങ്ങിച്ചു തരട്ടെ. നമുക്ക് പയ്യെ ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരാം. അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നമുക്ക് നീങ്ങിത്തുടങ്ങാം. ഈ വർഷം ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ആമേൻ.